നമസ്കാരം. കേരളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. എറണാകുളം കിഴക്കമ്പലത്ത് 2020 ഭരണസമിതിക്കെതിരെ ശക്തമായ കുറ്റവിചാരണ നടത്തി കോൺഗ്രസ് പാർട്ടി രംഗത്ത്. വിവിധ വാർഡുകളിൽ ചേർന്ന കുറ്റവിചാരണയിൽ 2020 ഭരണസമിതിക്കും ചെയർമാൻ സാബുവിനെതിരെ അക്കമിട്ട് വിമർശിക്കുന്നു. 2020 വെറും മുതലാളി സമിതിയാണെന്നും കേന്ദ്ര സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണെന്നും മുതലാളിയുടെ സ്ഥാപനങ്ങൾ വളർത്തുന്നതിനുമായാണ് ഭരണചക്രത്തിൽ ഇരിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ബഹുമാന്യനും ആരാധ്യനുമായ ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ദിനത്തിൽ BJPയെ കൂടെ കൂട്ടി കിഴക്കമ്പലത്ത് ഹർത്താൽ നടത്തിയവരാണ് ഈ 2020-ക്കാര്. BJPയുമായിട്ടുള്ള 2020-യുടെ കൂട്ട് ഇന്നും വിട്ടിട്ടില്ല. ഇന്നലെ കോലഞ്ചേരിയിൽ നടത്തിയ മീറ്റിംഗില് അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുതലാളി പ്രസംഗിച്ചു, ഞങ്ങളുടെ മുഖ്യ ശത്രു ഇന്ത്യ മുന്നണിയാണ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണിയാണ് 2020-യുടെ ശത്രുക്കൾ. BJPയുടെ NDAയുടെ കൂടെയാണ് അവരെന്നല്ല അതിന്റെ അർത്ഥം. പഞ്ചായത്ത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത്. ഇവിടെ എന്നെ കേൾക്കുന്ന 2020-യുടെ പ്രവർത്തകർ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. 2015-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും നാളെയും അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ ഒന്നും 2020-യുടെ നേതാവോ 2020-യുടെ പ്രവർത്തകരോ 2020-യുടെ ജനപ്രതിനിധികളോ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോ ഇതുവരെയും അതിനെ ഒന്ന് പ്രതിപാദിച്ചുകൊണ്ട് അതിനൊരു മറുപടി തരാൻ തയ്യാറായിട്ടില്ല. വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ്, ജനകീയ മാനിഫെസ്റ്റോ നൽകിക്കൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ നേരിട്ടിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. നമുക്കറിയാം, പഞ്ചായത്ത് നടക്കുന്ന പണ്ട് ആരുടെയും ഔദാര്യം കൊണ്ടല്ല. ത്രിതല പഞ്ചായത്ത് സംവിധാനം രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി നാട്ടിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു വ്യക്തിയൊന്നും ഈ പഞ്ചായത്തിൽ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമുക്ക് തന്നെ പറയാം, ഈ കുറ്റവിചാരണ സദസ്സിന്റെ ഇതിൽ പറയുമ്പോൾ നമുക്ക് ഇന്ന് നടക്കുന്ന വിചാരണകളുടെ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇത് വിധി പറയാനുള്ള അവസരം വരും 2 മാസം കഴിയുമ്പോൾ. ഈ വിചാരണയ്ക്കൊടുവിൽ ആ സദസ്സിൽ വിധി പറയുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ 2020 അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ മേഖലകൾ തിരിച്ചു പറയുമ്പോൾ വികസന മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങൾ. കിഴക്കമ്പലത്തിന് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.